കേരളത്തിൽ 9% മാത്രമുള്ള ജനസംഖ്യയിൽ 9% മാത്രമുള്ള നായരും 3% മാത്രം ജനസംഖ്യയുള്ള സവർണ ക്രൈസ്തവരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഇങ്ങനൊരു നിവേദനം കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെടുന്നെങ്കിൽ അതിന്റെ പിന്നിൽ പല കള്ളത്തരങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ സകല മേഖലകളിലും ഞങ്ങൾ ഓപ്പൺ സെമിനാറുകളും അതുപോലെ തന്നെ ജനങ്ങളോട് നേരിട്ട് കൈപ്പുസ്തകങ്ങൾ കൊടുത്ത് ഇത് പ്രചരിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അതിന്റെ തുടക്കം എന്ന നിലയിലാണ്. എത്ര പരാജയപ്പെട്ടു പോയാലും ആലപ്പുഴയിൽ തന്നെ ഇങ്ങനെ ഓപ്പൺ സെമിനാർ തുടങ്ങുകയും ബാക്കി എല്ലാ ജില്ലകളിലും ഈ ബഹുജന സ്വഭാവമുള്ള, സ്വത്വബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, ജനാധിപത്യ മൂല്യം അനുസരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളെയും ഏത് സംഘടനകളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരം ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. അതാണ് ഇന്ന് ഇവിടെ ഈ ഓപ്പൺ സെമിനാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നതിന്റെ കാര്യം. എന്തിനാണ് ഈ NSSഉം സവർണ ക്രൈസ്തവരും എന്തുകൊണ്ടാണ് കേരളത്തിൽ ജാതി സെൻസസ് വേണ്ട എന്ന് പറയുന്നത്? അതിനവർ ഒരു പത്രസമ്മേളനത്തിൽ, കോടതിയെ സമീപിക്കാൻ പോകുന്നതിന് മുൻപ് അവരൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അവർ പറയുന്നത് കേരളത്തിലെ സമൂഹം ഒരു ജനാധിപത്യ പ്രബുദ്ധ പുരോഗമന സമൂഹമാണ്, അവർ വിഭജിക്കപ്പെടരുതെന്നാണ് പറയുന്നത്. മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നു, സാമൂഹികപരമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായും വേർതിരിക്കപ്പെടണം. ഇവിടെ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നത് കേൾക്കണോ, അതോ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് കേൾക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആശങ്ക ഉളവാക്കുന്നത്. നമുക്ക് ഒട്ടും മടി കൂടാതെ, ഒട്ടും ആശങ്കയില്ലാതെ നമുക്ക് പറയാൻ കഴിയും, മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നു, സാമൂഹ്യപരമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായും വേർതിരിക്കപ്പെടണം. തീർച്ചയായും അങ്ങനെ തന്നെ വേണം. ആ വേർതിരിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കണം? രാഷ്ട്രീയമായി വേർതിരിക്കപ്പെടുമ്പോ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ടിന്റെ മൂല്യം തിരിച്ചറിയും. ആ വോട്ടിന്റെ മൂല്യം തിരിച്ചറിയാതിരിക്കുവാൻ വേണ്ടിയാണ് NSSഉം സവർണ ക്രൈസ്തവ സഭകളും ഈ സമൂഹത്തെ വിഭജിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു കാരണവശാലും ഈ ജാതി സെൻസസ് നടപ്പിലാക്കരുതെന്ന് പറയുന്നത്. ഇതിലെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്, നമുക്കറിയാം 2019 ഫെബ്രുവരി മാസത്തിലാണ് നമ്മുടെ രാജ്യത്ത് EWS വരുന്നത്. എക്കണോമിക്കൽ വീക്കർ സെക്ഷനുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മുന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ആളുകളിലെ, അതായത് മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തിക പിന്നോക്കക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള EWS വരുന്നത്. EWS വരുന്നത് ഈ 2019 സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിക്കൊണ്ടാണെങ്കിലും അതിനും 2 വർഷത്തിന് മുൻപേ കേരളത്തിൽ EWS നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ. നമ്മളത് മനസ്സിലാക്കണം. ഞങ്ങളതിനെ ഈ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു കരയോഗ സർക്കാർ എന്നാണ്. കേരളം ഇതുവരെ ഭരിച്ചത് LDFഉം UDFഉം ഒക്കെ ആണെങ്കിലും കേരളം ഇതുവരെ ഭരിച്ചത് കരയോഗ സർക്കാരാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും, NSSന്റെ ആളുകളല്ലോ നേരിട്ട് ഇത് ഭരിക്കുന്നതെന്ന്. ഞങ്ങൾ പറയുന്നത് NSSന്റെ ആളുകൾ നേരിട്ട് ഭരിക്കുന്നത് കൊണ്ടല്ല ഞങ്ങൾ ഇത് കരയോഗ സർക്കാർ എന്ന് പറയുന്നത്. കരയോഗത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും മന്ത്രിമാരായി വന്ന് ആ മന്ത്രിപദം വീതം വെച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ മൊത്തം ഈ 16% വരുന്ന പട്ടികജാതി സമൂഹത്തിന് മന്ത്രി ഇല്ലാതിരിക്കുകയും കേരളത്തിൽ 9% വരുന്ന നായർ വിഭാഗത്തിന് 18 ക്യാബിനറ്റ് മന്ത്രിമാർ വന്നതും അതുകൊണ്ടാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ ഒരു കരയോഗ സർക്കാരാണ് ഭരിക്കുന്നത്. ഇത് UDF ഭരിച്ചാലും കരയോഗ സർക്കാർ തന്നെയാണ്. കാരണം അവരും 20 മന്ത്രിമാരുള്ളപ്പോൾ 11 മന്ത്രിമാരെ വീതം വെച്ചെടുക്കുന്ന ഒരു സാംസ്കാരിക സവിശേഷ പ്രബുദ്ധ കേരളമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മളൊക്കെ പറയുന്നത് ഈ പ്രബുദ്ധ കേരളത്തിൽ ജീവിച്ചത് വളരെ അഭിമാനകരമാണെന്നാണ് പറയുന്നത്. വളരെ അഭിമാനകരം. ഈ അഭിമാനകരമായ ഈ കേരളത്തിൽ, ഈ പ്രബുദ്ധ കേരളത്തിൽ ജനിച്ചു എന്ന് പറയുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നത് 22% കേരളത്തിൽ മൊത്തം ജനസംഖ്യയുടെ 22% വരുന്ന ജനസംഖ്യയുള്ള ഈഴവ സമൂഹവും 16% ജനസംഖ്യ വരുന്ന പട്ടികജാതി സമൂഹവും 4%-ലധികം ജനസംഖ്യ വരുന്ന പരിവർത്തിത ക്രൈസ്തവ സമൂഹവുമാണ് ഇവിടെ പറയുന്നത് ഈ പ്രബുദ്ധ കേരളത്തിൽ ഞങ്ങൾ ജീവിക്കുന്നുവെന്നും. ഈ പ്രബുദ്ധതയുടെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. ഞങ്ങൾ പറയുന്നതാണ്, 22% വരുന്ന ഈഴവർക്കും ഈ 16% വരുന്ന പട്ടികജാതി സമൂഹങ്ങൾക്കും 4% വരുന്ന പരിവർത്തിത ക്രൈസ്തവർക്കും നിങ്ങൾ പറയുന്ന പ്രബുദ്ധത ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ആ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒരു കണക്ക് പറയുന്നത്. കേരളത്തിൽ
48 ചീഫ് സെക്രട്ടറിമാർ വന്നിട്ടുണ്ട് ഇതുവരെ. 1957 മുതൽ ഇതുവരെ കേരളത്തിൽ 48 ചീഫ് സെക്രട്ടറിമാർ വന്നിട്ടുണ്ട്. ഈ 48 ചീഫ് സെക്രട്ടറിമാരുടെ ജാതി നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മൾ പരിശോധിക്കണം. ഇവർ പറയുന്നത് TS ശ്യാംകുമാർ പറയുമ്പോഴാണ് കേരളത്തിൽ ജാതിയുള്ളത്. TS ശ്യാംകുമാർ പറയുമ്പോൾ ഈ പ്രബുദ്ധരായിട്ടുള്ള ഈ നായർ ഈ സവർണ ക്രിസ്ത്യാനികളും സവർണ ഹിന്ദുക്കളും അല്ലെങ്കിൽ സവർണ കോൺഗ്രസുകളും സവർണ BJP-കളും സവർണ കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ പറയുന്നത് TS ശ്യാംകുമാർ പറയുമ്പോഴാണ് ഇവിടെ ജാതി ഉണ്ടായതെന്നാണ്. സന്തോഷ് പാലത്തുംപാടൻ പറയുമ്പോൾ ഇവിടെ ജാതി ഉണ്ടായി. സണ്ണി M കവിക്കാട് പറയുമ്പോൾ ഇവിടെ ജാതി ഉണ്ടായി. ബൈജു കലാശാല പറയുമ്പോൾ, പുന്നല ശ്രീകുമാർ പറയുമ്പോൾ ഇവിടെ ജാതി ഉണ്ടായി. അല്ലെങ്കിൽ ഇവിടെ ജാതിയില്ലേ? ഈ ഞങ്ങളൊക്കെ പറയുമ്പോഴാണോ ഇവിടെ ജാതിയും ജാതി വ്യവസ്ഥയും ഉണ്ടായത്? നിങ്ങളുടെ ജാതിയുടെ കണക്ക് ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. നിങ്ങൾ ജാതിയെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നതിന്റെ കണക്കുകൾ ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. ബഹുമാന്യനായ ശ്രീ K അംബുജാക്ഷൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഈ ഒളിച്ചു കടത്താൻ നടത്തുന്ന ഈ ശ്രമം, അതാണ് ഞങ്ങൾ ഈ 48 ഈ ചീഫ് സെക്രട്ടറി. കേരളത്തിൽ മുഖ്യമന്ത്രി ഒഴിഞ്ഞാൽ കേരളം ഭരിക്കുന്ന ആരാണ്? കേരളം എപ്പോഴും ഭരിക്കുന്നത് എപ്പോഴും ഇവിടെ ചീഫ് സെക്രട്ടറിമാരാണ്. ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രി പടം മാത്രമാണ്. കേരളത്തിൽ ഇത് ഭരിക്കുന്നത് എപ്പോഴും ചീഫ് സെക്രട്ടറിമാരാണ്. 48 ചീഫ് സെക്രട്ടറിമാർ ഞാൻ മുൻപ് പറഞ്ഞു. ഈ 48 ചീഫ് സെക്രട്ടറിമാരിൽ 1957 മുതൽ ഇപ്പോൾ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഇതുവരെ നായർ വിഭാഗത്തിന് 19 ചീഫ് സെക്രട്ടറിമാരെ കിട്ടി. 19 ചീഫ് സെക്രട്ടറിമാരാണ് ഇതുവരെ കേരളം ഭരിച്ചത് നായർ സമുദായത്തിൽ നിന്നും. അവരുടെ ജനസംഖ്യ എത്രയാണ്? 9%. കേരളത്തിൽ 1% താഴെയുള്ള ഒരു ജനവിഭാഗമുണ്ട് ഇവിടെ. അവർ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് കിട്ടി 12 ചീഫ് സെക്രട്ടറിമാരെ. കേരളത്തിൽ 3% മാത്രമാണ് ഇവിടുത്തെ സവർണ ക്രൈസ്തവരുടെ എണ്ണം എന്ന് പറയുന്നത്. അവർക്കും കിട്ടി 12 ചീഫ് സെക്രട്ടറിമാരെ. കേരളത്തിൽ 22% ഭൂരിപക്ഷ സമൂഹം എന്ന് പറയുന്നത് ഹൈന്ദവ സമുദായത്തിലെ, കേരളത്തിലെ ഹിന്ദുക്കളിലെ 22% എന്ന് പറയുന്നത് കേരളത്തിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട ശ്രീനാരായണീയരായുള്ള ആളുകളാണ്. അവർക്ക് എത്ര ചീഫ് സെക്രട്ടറിമാരെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര പേരെ കിട്ടിയിട്ടുണ്ട്? അവർക്ക് കിട്ടിയത് ഒരു ചീഫ് സെക്രട്ടറിയാണ്. ആ ചീഫ് സെക്രട്ടറി എത്ര കാലം ഇരുന്നു? 6.5 മാസക്കാലം. 6.5 മാസക്കാലമാണ് 22% ജനസംഖ്യയുള്ള ഈഴവ സമുദായത്തിൽ നിന്നും ഒരു ചീഫ് സെക്രട്ടറി ഇരുന്നത്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സമുദായം ഏതാണെന്ന് അറിയാമോ? ഈ പ്രദേശത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ, കണ്ണോടിച്ചാൽ ഏറ്റവും കൂടുതൽ വഴിയോര കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ ഇസ്ലാമിക സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിക സഹോദരന്മാരാണ്. കേരളത്തിൽ 25% ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ എണ്ണം എന്ന് പറയുന്നത്. ആ 25% ഈ ഇസ്ലാമിക സമുദായത്തിൽ നിന്നും അവർക്ക് ലഭിച്ചത് ഒരു ചീഫ് സെക്രട്ടറിയാണ്. എത്ര മാസം? 8 മാസക്കാലം. നമ്മൾ മനസ്സിലാക്കണം കേരളത്തിന്റെ പ്രബുദ്ധത. നമ്മൾ മനസ്സിലാക്കണം. 2% മാത്രം ജനസംഖ്യയുള്ള നാടാർ സമുദായത്തിന് 9 മാസം വരെ ഭരിക്കാൻ പറ്റുന്ന ഒരു ചീഫ് സെക്രട്ടറി കിട്ടി നാടാർ സമുദായത്തിന്. ഇനി നിങ്ങൾ പറയണം കേരളം എത്ര പ്രബുദ്ധമാണ്. നമ്മുടെ വീട്ടിലേക്ക് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇനി വരികയാണ്. കുറെ ആളുകൾ ഉടുപ്പ് തയ്പ്പിച്ചു വെച്ചിരിക്കുന്നു. കുറെ ആളുകൾ ഉടുപ്പ് തയ്പ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ വീടുകളിലേക്ക് വരുവാൻ, വോട്ട് ചോദിക്കാൻ. നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. വോട്ട് ചെയ്യുവാൻ മാത്രമല്ല തയ്യാറായി നിൽക്കുന്നത്, നമ്മൾ ഇവനെ ജയിപ്പിക്കാൻ ആവശ്യമായ അടിമപ്പണി ചെയ്യുവാൻ കൂടിയാണ് തയ്യാറായി നിൽക്കുന്നത്. കേരളത്തിലെ പട്ടികജാതി സമൂഹം, കേരളത്തിലെ പരിവർത്തിത ക്രൈസ്തവ സമൂഹം, കേരളത്തിലെ പട്ടികവർഗ സമൂഹം, കേരളത്തിലെ ഈഴവ സമൂഹം കേരളത്തിൽ രാഷ്ട്രീയ അടിമ തൊഴിലാളികളാണെന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയും. അതുകൊണ്ടാണ് കേരളത്തിൽ എപ്പോഴും 140 MLA-മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമായി 35-നും 40-നും ഇടയ്ക്ക് നായർ MLA-മാർ കേരളത്തിൽ ഉണ്ടാകുന്നത്. അവരുടെ ജനസംഖ്യ എത്രയാണ്? 9%. 9% നായർക്ക് 35-ഉം 40-ഉം MLA-മാരെ കിട്ടുമ്പോ ഇവിടെ 16% വരുന്ന പട്ടികജാതിക്കാരന് കിട്ടുന്നത് ഈ 16 MLA-മാർ സംവരണ സീറ്റിൽ നിന്ന് മാത്രമാണ് വരുന്നത്. ഈ കേരളത്തിലെ ചില നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നത് വളരെ കൃത്യമായി എണ്ണിപ്പറഞ്ഞ് ജയിക്കാൻ കഴിയുന്ന 39 മണ്ഡലങ്ങൾ, ഡയറക്റ്റ് ആയിട്ട് ജയിക്കാൻ പറ്റുന്ന 39 മണ്ഡലങ്ങൾ സ്വന്തമായുള്ള പട്ടികജാതി സമൂഹമാണ് കേരളത്തിലുള്ളത്. നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങൾ പരിശോധിക്കണം. തിരുവനന്തപുരത്ത് പണ്ടത്തെ കിളിമാനൂർ, ഇപ്പോൾ ചിറങ്കീഴ് മണ്ഡലം എന്ന് പറയുന്ന മണ്ഡലം പരിശോധിച്ചാൽ 50%-ലധികം ജനസംഖ്യയുള്ള സമൂഹമാണ് കേരളത്തിലെ പട്ടിക വിഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.